ഹലോ ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. എന്താ എന്ന് വെച്ചാൽ ഒരു ഏജന്റിനും അല്ലെങ്കിൽ ഒരു പോളിസി തിരഞ്ഞെടുക്കുന്നവർക്കും സഹായകരമായ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഇതും അതുപോലെ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഒരു ഫാമിലിക്ക് ഏതൊക്കെ പോളിസി എടുക്കാം, അതിൽ ഒരു പോളിസിയാണ് വിശദീകരിക്കുന്നത്. അത് ഏജന്റിനും ഒരു പുതിയതായിട്ടൊരു ഏജൻസി എടുത്ത ഒരാൾക്ക് ഇതേ പറ്റിയിട്ട് വലിയ അറിവില്ല, അല്ലെങ്കിൽ ചെയ്യാറില്ല, പോളിസിയൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാറില്ലാത്ത കുറച്ച് ഏജന്റുമാരും ഉണ്ട്. അപ്പൊ അവരുടെ അറിവിലേക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് എന്താന്ന് വെച്ചപ്പോൾ ന്യൂ ഇന്ത്യ അഷുറൻസ്, അതായത് പൊതുമേഖലാ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ പോളിസികൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ന്യൂ ഇന്ത്യ അഷുറൻസ്. നമുക്ക് കൊടുക്കുന്നയാൾക്കും എടുക്കുന്നയാൾക്കും വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് ഒത്തിരി ഓഫറുകൾ, നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ഓൺ കവറിനെ പറ്റി ഒത്തിരി ഓഫറുകളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും പറയുന്നത് നമുക്ക് കിട്ടും. കാരണം അവിടെ അത് തന്നേ പറ്റൂ. നമുക്ക് പോളിസി തന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെ ആഡ് ഓൺ കവർ ആണോ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതനുസരിച്ച് നമുക്ക് നിർബന്ധമായും കിട്ടിയിരിക്കും. ഇനി അങ്ങനെ കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഒരു ഓംബുഡ്സ്മാനിൽ വെറുതെ വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷ കൊടുത്താൽ പോലും നമുക്കത് കിട്ടുന്നതാണ്. അതിന് അങ്ങനെയുള്ള ഒരു പോളിസി, അതിൽ ന്യൂ ഇന്ത്യയിൽ സർവ്വസാധാരണമായിട്ട് വിൽക്കുന്ന പോളിസികൾ 4 എണ്ണമാണ് നമ്മളൊരു ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നത്. യുവഭാരത്, അത് ഏറ്റവും പ്രായം ആ വീട്ടിലെ ഒരു ഫാമിലിക്കാണ് കൊടുക്കണമെങ്കിൽ ഏറ്റവും കൂടിയ പ്രായം 45 വയസ്സിൽ താഴെ വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടിയ പ്രായം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന കുടുംബത്തില് പ്രായം കൂടിയ ആൾക്ക് 45 വയസ്സിൽ താഴെയുള്ള ആൾക്ക് മാത്രമാണ് ആ പോളിസി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫ്ലോട്ടർ മെഡിക്ലെയിം, ഒരു ഫാമിലിയില് ഫ്ലോട്ടറായിട്ട്, അതായത് ഇപ്പൊ ഒരു 10 ലക്ഷത്തിന്റെ പോളിസി അല്ലെങ്കിൽ 15 ലക്ഷത്തിന്റെ പോളിസി, ഇത്രയും കാലം ഈ പോളിസി 15 ലക്ഷം വരെ സമ്മർഷയോടെ ഉണ്ടായിരുന്നുള്ളൂ ന്യൂ ഇന്ത്യ ഫ്ലോട്ടർ മെഡിക്ലെയിം. ഇപ്പം ഈ കഴിഞ്ഞ മാസം അവസാനം മുതൽ അത് 5 കോടി വരെ കൊടുക്കാവുന്ന രീതിയിലേക്ക് ന്യൂ ഇന്ത്യ മാറ്റിയിട്ടുണ്ട്. അതിന് അപ്ലിഫ്റ്റ് പോളിസി എന്നാണ് പറയുന്നത്. അപ്പൊ ആ പോളിസിയിൽ 5 കോടി വരെ സമ്മർഷയോട് നമുക്ക് എടുക്കാം. ആ പോളിസിയിൽ ഒരു കുടുംബത്തിലെ 6 പേർക്ക് വരെ ആ പോളിസിയിൽ ജോയിൻ ചെയ്യാം. അപ്പം അതിനകത്ത് എങ്ങനെയാണ് അവരുടെ ഏജ് തിരഞ്ഞെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഒരു വീട്ടില് 3 അംഗങ്ങളുണ്ട് അല്ലെങ്കിൽ 4 പേരുണ്ട്. അതില് പേരന്റിന് 50 വയസ്സ് കഴിഞ്ഞെങ്കിൽ അവർക്ക് സാധാ ഒരു രീതിയിലാണ് ഈ മെഡിക്കൽ ചെക്കപ്പ് വേണം. പക്ഷെ ആ കുടുംബത്തില് 3 പേരാണുള്ളത് അല്ലെങ്കിൽ 4 പേരാണുള്ളത്. അതിൽ ഒരാള് 30 വയസ്സിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ 2 പേരും 30 വയസ്സിൽ താഴെയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ അച്ഛൻ 50 വയസ്സ് കഴിഞ്ഞു, അമ്മയ്ക്കൊരു 40, 42, 43 വയസ്സൊക്കെയാണ് ഉള്ളത്. കുട്ടികളുണ്ട്. അപ്പൊ അവര് 2 പേരും ഇപ്പൊ 25 വയസ്സിൽ താഴെയാണെങ്കിൽ കുട്ടികൾ എന്നുള്ള രീതിയിൽ വരുവുള്ളൂ. അങ്ങനാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ആ പോളിസി എടുക്കാം. ഇനി 30 വയസ്സായി 25 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണുള്ളത്, അപ്പനും അമ്മയ്ക്കും 50 വയസ്സ് കഴിഞ്ഞു. അപ്പൊ മെഡിക്കൽ ചെക്കപ്പ് വേണ്ടാതെ എടുക്കാൻ പറ്റുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, കുട്ടീനെ പ്രപ്പോസറാക്കി വെച്ചുകൊണ്ട്, ഇപ്പൊ 26, 27 വയസ്സൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആ കുട്ടി ആരാണോ, അതായത് മകളോ മകനോ ആണെങ്കിൽ അവരെ പ്രപ്പോസറാക്കി വെച്ചുകൊണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും 60 വയസ്സ് വരെ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ആ പോളിസി എടുക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമില്ലാതെ 60 വയസ്സ് വരെ ചെയ്യാവുന്ന ഒരു പോളിസി ആണത്. അതുപോലെ തന്നെയാണ് ന്യൂ ഇന്ത്യ മെഡിക്ലെയിമും. ന്യൂ ഇന്ത്യ മെഡിക്ലെയിം എന്നുള്ള പേരിൽ ഒരു പോളിസി ഉണ്ട്. അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ 10 ലക്ഷത്തിന്റെ പോളിസി ന്യൂ ഇന്ത്യ ഫ്ലോട്ടർ മെഡിക്ലെയിമിൽ എടുക്കുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാവർക്കും കൂടിയാണ് ഒരു വർഷം 10 ലക്ഷം രൂപ കിട്ടുന്നത്. അത് പോരാ, ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു 10 ലക്ഷം വേണം എന്ന അതിനുള്ള സാമ്പത്തികം ഉള്ള ഒരു വ്യക്തിയുടെ കുടുംബമാണെങ്കിൽ അവർക്ക് വേണ്ടതും ഈ ന്യൂ ഇന്ത്യ മെഡിക്ലെയിമും. ഇത്ര കാലം 15 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും അതും 5 കോടി വരെ നമുക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോരുത്തർക്കും ഇപ്പൊ ഒരു 25 ലക്ഷത്തിന്റെ പോളിസി വേണം, അല്ലെ 50 ലക്ഷത്തിന്റെ വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തർക്കും കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂ ഇന്ത്യ മെഡിക്ലെയിം ആണ് എടുക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ് വയസ്സിന്റെ കാര്യം. ഒരു കുട്ടി 30 വയസ്സിൽ താഴെയുണ്ട്, 3 പേരെങ്കിലും പോളിസിയിലുണ്ടെങ്കിൽ, ഇനിയിപ്പോ അച്ഛൻ മോനും മാത്രമാണെങ്കിൽ മോന് അല്ലെങ്കിൽ മോൾക്ക് 30 വയസ്സുള്ളൂങ്കിലും എടുക്കാൻ പറ്റില്ല, മെഡിക്കൽ ചെക്കപ്പ് വേണം. 3 പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം ആ പോളിസിയിൽ, ഒരു പോളിസിയില് ഫാമിലിയില്. എന്നിട്ട് ഓരോരുത്തർക്കും 25 ലക്ഷത്തിന്റെ സമ്മർഷേഡ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ പോളിസിയിലും 25ഓ 50ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. പിന്നെ അസുഖം, പിന്നെ ഒരു പോളിസിയും കൂടി ഉണ്ട്, ആരോഗ്യ സഞ്ജീവിനി. അത് നമ്മുടെ കൊറോണ സമയത്ത് എല്ലാവർക്കും, എല്ലാ കമ്പനികൾക്കും
ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ IRDയുടെ നിർദ്ദേശപ്രകാരം ഒരു പോളിസി ഇറക്കിയതാണ്. വലിയ പ്രീമിയം ഇല്ലാതെ ആരോഗ്യ സഞ്ജീവിനി എന്ന് പറയുന്നത്. അത് 10 ലക്ഷം വരെയാണ് സം അഷ്വേർഡ്. അതും ഇതുപോലെ ഫാമിലിയിൽ കൊടുക്കാം, ഒരാൾക്കും ഫാമിലി ആയിട്ടും ഒക്കെ കൊടുക്കാട്ടോ. ഈ പറഞ്ഞ പോളിസികളൊക്കെ സിംഗിൾ ആയിട്ട് കൊടുക്കാം, പിന്നെ ഫാമിലി ആയിട്ട് കൊടുക്കാവുന്ന പോളിസികളാണ്. ഈ ഫ്ലോട്ടർ മെഡിക്ലെയിം മാത്രം ഒരാൾക്കായിട്ട് കൊടുക്കൂല, അതിൽ 2 അംഗങ്ങളെങ്കിലും വേണം. അതാണ് സം അഷ്വേർഡ് ഫ്ലോട്ട് ചെയ്യൂലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾക്ക് മാത്രമാണെങ്കിൽ ന്യൂ ഇന്ത്യ മെഡിക്ലെയിം അല്ലെങ്കിൽ യുവഭാരത് അല്ലെങ്കിൽ ആരോഗ്യ സഞ്ജീവിനി ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ആരോഗ്യ സഞ്ജീവിനിയിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ 10 ലക്ഷമാണ് സം അഷ്വേർഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. 65 വയസ്സ് വരെയുള്ള ആളുകൾക്കും മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ കൊടുക്കാം. പക്ഷെ അതിനകത്ത് 5% നിർബന്ധമായും കോ പേയ്മെന്റ് ആണ്. കോ പേയ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു 5 ലക്ഷത്തിന്റെ പോളിസി എടുത്തു, ഒരു ആശുപത്രിയിൽ പോയി ഒരു അസുഖത്തിന് അഡ്മിറ്റ് ആയി, 1 ലക്ഷമോ 2 ലക്ഷമോ നമ്മൾ ആശുപത്രി ചെലവായ അതിന്റെ 5% ചെലവാകുന്ന പൈസയുടെ 5% നിർബന്ധമായി നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. ബാക്കി എന്തെങ്കിലും കുറവുകൾ ഇപ്പൊ കൺസ്യൂമബിളിന് അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനൊക്കെ നമ്മൾ കുറച്ച് പൈസ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതും കൂടി അതിനകത്ത് നമ്മൾ അടച്ചു കൊടുക്കണം. അതാണ് ആ പോളിസി ആരോഗ്യ സഞ്ജീവിനി. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ റൂം റെന്റാണ് ഏത് മെഡിക്കൽ പോളിസികളുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു റൂം റെന്റിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ 5 ലക്ഷത്തിന്റെ ഫ്ലോട്ടർ മെഡിക്ലെയിം എടുക്കണ അല്ലെങ്കിൽ 10 ലക്ഷത്തിന്റെ ഫ്ലോട്ടർ മെഡിക്ലെയിം എടുക്കുന്ന ഒരാൾക്ക് സം അഷ്വേർഡിന്റെ 1% നമുക്ക് റൂം റെന്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 3 ലക്ഷം രൂപയുടെ ഫ്ലോട്ടർ മെഡിക്ലെയിം ഉള്ള ഒരു ഫാമിലി ആശുപത്രി ചെല്ലുമ്പോൾ അവർ പറയുകയാണ് ഇവിടെ റൂം 3000 രൂപ വരെ, അതായത് നഴ്സിംഗ് ചാർജും റൂം റെന്റും കൂടെ 3000 രൂപ കൂടുതലാണ് അവിടെ ചാർജ്. ഒരു 3500 രൂപയാണ് വരുന്നത്. വേറെ അത് താഴെയുള്ള ഒരു റൂം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3500 രൂപയുടെ റൂം എടുത്ത് കിടക്കുവാണെന്ന് വിചാരിച്ചോളൂ. 500 രൂപ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ കൈ നടച്ചോളാം. പക്ഷേ ബാക്കിയുള്ള ചെലവുകൾക്ക് മെഡിസിനും ലാബ് ടെസ്റ്റും അല്ലാതെ വരുന്ന എല്ലാ ചെലവുകളും, ഡോക്ടറുടെ ഫീസ്, ICU ചാർജുകൾ, മറ്റ് ചാർജുകൾക്കൊക്കെ ഈ 500 രൂപയുടെ കൂടുതൽ നിങ്ങൾ അടയ്ക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിഡക്ഷൻ ഇതിനകത്തും വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത്രയും പൈസ ഡിഫറൻസ് വന്നത്. ഇതാണ് പ്രത്യേകമായിട്ട് ഒരു ഏജന്റും മറ്റൊരാളും മനസ്സിലാക്കിയിരിക്കേണ്ട കേസ്. പക്ഷെ ആരോഗ്യ സഞ്ജീവിനിയിൽ 5 ലക്ഷം വരെ പോളിസി എടുക്കുന്ന, അതായത് പരമാവധി ഇപ്പൊ 2 ലക്ഷത്തിന്റെ പോളിസി എടുക്കുന്ന ആൾക്ക് അതിന്റെ 2% റൂം റെന്റ് കിട്ടും. അപ്പൊ 3 ലക്ഷത്തിന്റെ എടുക്കുന്ന ആൾക്ക് 6000 രൂപ കിട്ടൂല, പരമാവധി 5000 രൂപ റൂം റെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. 10 ലക്ഷം എടുക്കുന്ന ആൾക്കും അത്രയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ, ഒരു 3000 രൂപ ഉള്ള 3 ലക്ഷത്തിന്റെ ഒരു പോളിസി ആരോഗ്യ സഞ്ജീവിനിയാണ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും 5000 രൂപ വരെയുള്ള റൂം റെന്റിൽ കിടക്കാം. ഈ 5% അത് അവിടെ നമ്മൾ റൂം റെന്റിന്റെ പരിധി നമുക്ക് ഇപ്പൊ കുറവാണല്ലോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത സം അഷ്വേർഡിന്റെ അനുസരിച്ച് നോക്കുമ്പോൾ റൂം റെന്റ് കൂടുതലാണല്ലോ എന്ന് വെച്ച് മറ്റ് ചാർജുകൾക്കൊന്നും ഡിഡക്ഷൻ വരില്ല. പക്ഷെ നിങ്ങൾ 2 ലക്ഷം എടുക്കുന്ന ആൾക്ക് 4000 രൂപ വരെയുള്ള റൂം റെന്റ്, 3 ലക്ഷം എടുക്കുന്ന ആൾക്ക് 6000 രൂപ കിട്ടൂല, 5000 രൂപ വരെയുള്ള റൂം റെന്റിലാണ് കിടക്കുന്നതെങ്കിൽ ഡിഡക്ഷൻ കൂടാതെ ഇറങ്ങിപ്പോരാ. അതും ഒരു ഫാമിലിയിൽ ഇതുപോലെ തന്നെ 4, 5, 6 പേർക്ക് വരെ എടുക്കാം. 65 വയസ്സ് വരെ മെഡിക്കൽ ചെക്കപ്പ് വേണ്ട. ഇനി ഒരാൾക്കായിട്ടാണെങ്കിലും എടുക്കാം. പക്ഷെ മെഡിക്കൽ ചെക്കപ്പ് വേണ്ട എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിരന്തരം ഒരു അസുഖം ഉള്ള ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, വലിയ നിരന്തരം ചികിത്സയിലിരിക്കുന്ന അസുഖമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പോളിസിയിൽ അതിന് ക്ലെയിം കിട്ടില്ല അസുഖത്തിന്. പിന്നെ ചെറിയ ഇപ്പൊ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ആളുകൾ നന്നേ ചുരുക്കമാണ്. അവർക്കത് കാണിച്ചുകൊണ്ട്, നമുക്കിപ്പോ ഇല്ലാത്ത ആൾക്ക് ഇങ്ങനെ ഇന്ന അസുഖങ്ങൾ ഉണ്ടെന്ന് ഇതിനകത്ത് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കാണിച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ അസുഖങ്ങൾക്ക്, അതായത് ഫ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഇപ്പൊ ചെറിയ ഇപ്പൊ ഒരു എന്താ പറയാ അൾസറിന്റെ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ടോൺസിലൈറ്റീസിന്റെ ഉണ്ട്, അങ്ങനെയൊക്കെ ചികിത്സയൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ കാണിക്കണം. അത് കാണിക്കാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ പോളിസി എടുക്കുമ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധമായ അസുഖങ്ങൾക്ക്, ചില അസുഖങ്ങൾക്ക് 2 വർഷം ഇങ്ങനെ, അത് വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങൾ തന്നെയാണ്. അത് ഈ ഹെർണിയ, ടോൺസിലൈറ്റിസ്, വെരിക്കോസ് വെയിൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഫ്രീ എക്സിസ്റ്റിംഗ് നിലവിലുള്ള അസുഖം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, അതും നിലവിലുണ്ടെങ്കിൽ 3 വർഷം അത് കംപ്ലീറ്റ് ആവണം. അതായത് 4 ഇയർലി പ്രീമിയം അടച്ചു കഴിഞ്ഞാലാണ് ആ പോളിസിയിൽ നിങ്ങൾക്ക് ഇതിനുള്ള ക്ലെയിം കിട്ടത്തുള്ളൂ. ഇനി പറയാതെ എടുത്താൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏജന്റിനോട് നിങ്ങൾ പറഞ്ഞില്ല അല്ലെങ്കിൽ പോളിസിയെ കാണിച്ചില്ല, പക്ഷെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊരു അസുഖമായിട്ട് ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയും. കാരണം എന്നാന്നറിയോ, അല്ലെങ്കിൽ ചികിത്സ മാറിപ്പോയാലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്ത് ഡോക്ടറോട് സത്യം പറയാതിരിക്കില്ല ആരും. അത് പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ എഴുതി വെക്കും
ആ എഴുതി വെക്കുന്നതാണ് പേഷ്യന്റിന്റെ ഹിസ്റ്ററി. ആ ഹിസ്റ്ററിയാണ് നമ്മൾ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യണോടത്തിലേക്ക് ചെല്ലണത്. അവിടുത്തെ ഡോക്ടർ നോക്കുമ്പോൾ പോളിസിയിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം നിരസിക്കപ്പെടും. അത് ക്യാഷ്ലെസ് ഒക്കെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ്ലെസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ പിന്നെ മറ്റുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറയും, ഇത് തെളിയിക്കാൻ പറയും. അങ്ങനെ തെളിയിക്കേണ്ട ആവശ്യങ്ങളൊക്കെ വരും. ഇതൊന്നും വരാതിരിക്കാൻ കഴിയുന്നതും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നതെല്ലാം ഉള്ള അസുഖങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ പോളിസി എടുക്കുക. ഇത് ഞാൻ പറയുന്നത് പൊതുജനങ്ങളോടാണ്. അതുപോലെ തന്നെ ഏജന്റ് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? അതിനകത്ത് ചോദിക്കുന്നുണ്ട് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആശുപത്രി ഹോസ്പിറ്റലൈസേഷൻ വന്നിട്ടുണ്ടോ? ഒരു പോളിസി എടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ എസ് കൊടുത്തു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട്, നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ എസ് കൊടുത്ത് അതിന്റെ കാരണം എഴുതാൻ പറയും. അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നോ പ്രോബ്ലം പറഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്ത് പോളിസി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ എടുക്കാൻ ഇത് പോളിസി എടുക്കുന്നയാൾ തീരുമാനിക്കുക. അതുപോലെ കൊടുക്കുന്നയാളും ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി തന്നെ പോളിസി എടുക്കുക. അപ്പൊ ന്യൂ ഇന്ത്യ മെഡിക്ലെയിമിലും ഫ്ലോട്ടറും ഒരു കുടുംബത്തിൽ കൊടുക്കാവുന്ന 2 പോളിസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഏജന്റിനും പ്രയോജനപ്രദമാണ്, നമ്മുടെ പൊതുജനങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കും പ്രയോജനപ്രദമാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓരോരുത്തർക്കും 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ അങ്ങനെ 3 ലക്ഷം ഇതൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നവർക്ക് എടുക്കുന്നത് ന്യൂ ഇന്ത്യ മെഡിക്ലെയിം പോളിസി. ഒറ്റ പോളിസിയെ തന്നെ ഓരോരുത്തർക്കും പ്രത്യേകം സമ്മർഷേഡ്. അതായത് 5 ലക്ഷത്തിന്റെ അടുത്ത അച്ഛന് 5 ലക്ഷം, അമ്മയ്ക്ക് 5 ലക്ഷം, അല്ലെങ്കിൽ മക്കൾക്ക് 5 ലക്ഷം വീതം അങ്ങനെ കിട്ടണമെങ്കിൽ ന്യൂ ഇന്ത്യ മെഡിക്ലെയിം പോളിസി. അത് ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ ഇപ്പൊ 45 വയസ്സിൽ താഴെയുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് അത് യുവഭാരതിൽ എടുക്കാം. ഇങ്ങനെ അച്ഛന് 5 ലക്ഷം, അമ്മയ്ക്ക് 5 ലക്ഷം, മക്കൾക്ക് 5 ലക്ഷം വീതം. 45 വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണെങ്കിൽ 45 വയസ്സ് കഴിഞ്ഞു ഒരാൾക്ക്, അപ്പൊ അയാൾക്ക് മെഡിക്കൽ ചെക്കപ്പ് എടുക്കാൻ പറ്റൂല്ലെങ്കിൽ ഈ ഇതുപോലെ ഒറ്റ പോളിസിയില് ന്യൂ ഇന്ത്യ മെഡിക്ലെയിം എടുത്തു കഴിഞ്ഞാൽ കിട്ടും. 60 വയസ്സുള്ള പേരന്റ് ആണെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ള ഒരാളും ഉണ്ടെങ്കിൽ അയാളെ പ്രപ്പോസറാക്കി വെച്ചുകൊണ്ട് ഒരു ഫാമിലിയിൽ തന്നെ ഇത്രയും പേർക്ക് മെഡിക്ലെയിം പോളിസി എടുക്കാം. ഫ്ലോട്ടറിലും അങ്ങനെ തന്നെ. ഫ്ലോട്ടറിലെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടിയാണ് ആ സമ്മർഷേഡ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ 25 ലക്ഷത്തിന്റെ ഒരു പോളിസി എടുത്തു, നിങ്ങളുടെ ഫാമിലിയിൽ 5 പേരുണ്ട്, 5 പേർക്കും കൂടി ഒരു വർഷം 25 ലക്ഷം. ഇനിയിപ്പോ ഒരാൾക്ക് മാത്രമായിട്ട് 25 ലക്ഷം ഒരു വർഷം വന്നാലും അത് കിട്ടൂട്ടോ. പക്ഷെ അന്നേരം ആ വർഷം മറ്റുള്ളവർക്ക് കിട്ടില്ല. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ അതിനൊക്കെ നോ ക്ലെയിം ബോണസ് വരുന്നുണ്ട്. ഓരോരുത്തർക്കും ആണെങ്കിൽ ഓരോരുത്തർക്കും നോ ക്ലെയിം ബോണസ് കയറും. ഇനി ഫ്ലോട്ടർ ആണ് എടുക്കണമെങ്കിൽ മൊത്തത്തിലാണ് അത്രയും നോ ക്ലെയിം ബോണസ്. ഓരോ വർഷവും 10% വെച്ചിട്ട് ഏറ്റവും കൂടിയ ഫ്ലോട്ടറിലും ന്യൂ ഇന്ത്യ മെഡിക്ലെയിമിലൊക്കെ 50% വരെയാണ് 5 വർഷം കൊണ്ട് നമുക്ക് നോ ക്ലെയിം ബോണസ്, അല്ലെങ്കിൽ 25% വെച്ചിട്ട് 4 വർഷം കൊണ്ട്. ഇപ്പൊ അങ്ങനെയാണ് നമ്മുടെ നോ ക്ലെയിം ബോണസ് വരുന്നത്. അങ്ങനെയാണ് ഫ്ലോട്ടറിൽ 5 വർഷം കൊണ്ട് തന്നെയാണ് 10% കൂടുന്നത്. പിന്നെ ഇതിനൊക്കെ ആയുർവേദമൊക്കെ നമുക്ക് കിട്ടുന്നത് 25%. ന്യൂ ഇന്ത്യ ഫ്ലോട്ടർ മെഡിക്ലെയിമിലൊക്കെ ആയുർവേദ ചികിത്സ 25% നമുക്ക് കിട്ടത്തുള്ളൂ. അതേസമയം നമ്മൾ എന്താ പറയാ യുവഭാരത് ഇപ്പൊ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാർക്കുള്ള പോളിസിയിൽ 100%, ഇപ്പൊ 10 ലക്ഷത്തിന്റെ പോളിസി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആയുർവേദത്തിൽ ചികിത്സിക്കുമ്പോൾ 100%ഉം നമുക്ക് ഈ ആയുർവേദത്തിനും ചികിത്സാ ചെലവ് കിട്ടും. ഇതൊക്കെയാണ് ഒരു അടിസ്ഥാന കാര്യങ്ങൾ. പിന്നെ പ്രീമിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂ ഇന്ത്യക്ക് അതിനൊരു ചാർട്ട് ഉണ്ട്. ഇനി പോർട്ടലൊക്കെ ഉള്ളവർക്കാണ് ഈ പോർട്ടലിൽ കയറി അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ആദ്യം തന്നെ പ്രീമിയം വരും. പ്രീമിയം ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കാര്യം കൊടുത്താൽ മതി. അത് പോർട്ടലിൽ കയറി നമ്മൾ ഇന്ന പോളിസി സെലക്ട് ചെയ്യുക. ഹെൽത്ത് എടുത്ത് ഹെൽത്തിൽ ഫ്ലോട്ടർ മെഡിക്ലെയിം ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ മെഡിക്ലെയിം ആണെങ്കിൽ അത്, യുവഭാരത് ആണെങ്കിൽ അത്, ആരോഗ്യ സഞ്ജീവിനി ആണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബാക്കി അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്ത് വരും. അല്ലാതെ ഉള്ളവർക്ക് ഇനിയിപ്പോൾ ഒരു ഏജന്റ് പോർട്ടലൊന്നുമില്ല, അപ്പോൾ അയാളോട് ഒരു പോളിസി ചോദിച്ചു എങ്ങനെ പ്രീമിയം പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ ന്യൂ ഇന്ത്യ മെഡിക്ലെയിമിന്റെ ചാർട്ട് ഇവിടെ ഓഫീസിൽ നിന്ന് ചോദിച്ചാൽ PDF ആയിട്ട് ഇട്ട് തരും. ഇല്ലാത്തവരുടെ കയ്യിലില്ലാത്തവരുടെ അതാണെങ്കിൽ അത് തുറന്നു നോക്കി കഴിയുമ്പോൾ അതെങ്ങനെയാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ വയസ്സ് ഇങ്ങനെ 50 വയസ്സുള്ള ഒരാൾക്ക് ഇത്ര ലക്ഷത്തിന് ഇത്ര രൂപ എന്നും പറഞ്ഞ് അതിന്റെ നേരെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫാമിലിയിലുള്ള എല്ലാവരുടെയും കൂടെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അതിന്റെ പ്രീമിയം. വയസ്സനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക എത്ര ലക്ഷമാണ് വേണ്ടത് എന്ന് വെച്ചാൽ. ഫ്ലോട്ടറിലാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു സമ്മർഷേഡാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും വയസ്സിന്റെ നേരെ കിടക്കുന്ന പ്രീമിയം കൂടി എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ GST ഒന്നും കൂട്ടണ്ട. പണ്ട് GST കൂട്ടണമായിരുന്നു. അതാണ് നമ്മുടെ പ്രീമിയം കേട്ടോ. അപ്പൊ അതില് ഡിസ്കൗണ്ട് ഉണ്ട്. ഫാമിലി ഫ്ലോട്ടർ ആണെങ്കിൽ
4 പേരാണെങ്കിൽ 4 പേരോ അതിൽ കൂടുതലാണെങ്കിലും 15% ഡിസ്കൗണ്ട് കിട്ടുന്നത്. 3 പേരാണെങ്കിൽ 10%. അതിൽ 2 പേരോ ഉള്ളൂങ്കിൽ 5% ഫാമിലി ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഇത്രയാണ് ഇതിനകത്ത് ഒരു പോളിസി എടുക്കുമ്പോൾ ഒരു ഏജന്റ് ആണെങ്കിലും അത് ചോദിച്ച് മേടിക്കുന്ന ഒരു പൊതുജനമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോളിസി ഹോൾഡർ ആണെങ്കിലും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇതെന്തിനാണ് ഞാൻ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പല പ്രൈവറ്റ് കമ്പനികളും സമീപിക്കും നമ്മളെ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓഫറുകൾ നമുക്ക് തരാൻ പറ്റില്ല. അവർ പറയുന്ന പോലെ ഒത്തിരി ഓഫറുകളൊന്നും ന്യൂ ഇന്ത്യ കൊടുക്കില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ വലിയ കട്ടിംഗ് ഒന്നും ഇല്ലാതെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണോ ഇപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോ ആ അസുഖത്തിന് കിടന്ന് ചികിത്സിക്കേണ്ടതല്ലായിരുന്നു എന്നൊന്നും പറഞ്ഞ് ക്ലെയിം നിരസിക്കത്തില്ല. കാരണം ഒരു ഡോക്ടറാണ് അത് എന്താ പറയാ എല്ലാ തരത്തിലുള്ള അപ്രൂവ് ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ നമ്മളൊരു രോഗത്തിന് വേണ്ടി ആശുപത്രി ചെന്ന് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ചികിത്സ നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ അതിന് എത്ര രൂപ ചെലവായോ ആ ചികിത്സയ്ക്ക് വേണ്ടി അത് നമുക്ക് ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് തന്നിരിക്കും. അല്ലാതെ അത് കിടത്തി ചികിത്സിക്കേണ്ടതല്ലായിരുന്നു എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും ക്ലെയിം നിരസിക്കത്തില്ല. അതാണ് ഇതിന്റെ കണ്ടീഷൻ. പിന്നെ ഇതിനകത്ത് ഒത്തിരി ആഡ് ഓൺ കവറുകൾ ഉണ്ട് കേട്ടോ. എല്ലാ ആഡ് ഓൺ കവറുകളും നമ്മൾ എടുക്കണമെങ്കിൽ നല്ല പ്രീമിയം വരും. അതായത് കൺസ്യൂമബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കൺസ്യൂമബിൾ ഉപയോഗിക്കേണ്ട ചെറിയ അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോഴും അങ്ങനെയൊക്കെ വരും. അപ്പൊ അതൊന്നും കയ്യിൽ നിന്ന് അടയ്ക്കാതെ ഇറങ്ങിപ്പോന്നെങ്കിൽ അതിന് എക്സ്ട്രാ പ്രീമിയം നമ്മൾ അടയ്ക്കണം. ഓരോരുത്തർക്കും ചില ഇതിലൊക്കെ 1500 രൂപ വീതം വരും സിംഗിൾ ആയിട്ടാണ് പോളിസി എടുക്കണമെങ്കിൽ. ഇനി ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ അതിനകത്തും കുറച്ച് പൈസ എക്സ്ട്രാ അടയ്ക്കണം. പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു രോഗം, അത് കമ്പനി പറയുന്ന ആ ഒരു പോളിസിയിൽ 10-15 എത്രയാണോ ക്രിട്ടിക്കൽ പറഞ്ഞിരിക്കുന്നത്, ചിലതിനകത്തൊക്കെ 18 എണ്ണം 15 എണ്ണം ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിന് അങ്ങനെ ഒരു അസുഖം വരുമ്പോൾ നമുക്കൊരു 50% എക്സ്ട്രാ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ്സിനുള്ള റൈഡർ എടുക്കണം. മോഡേൺ ട്രീറ്റ്മെന്റ് ഇപ്പം അധികവും ആശുപത്രികളൊക്കെ വലിയ വലിയ ആശുപത്രികളിൽ ഒരു ചികിത്സ ഇപ്പോൾ പല കാര്യങ്ങളും നേരത്തെയൊക്കെ ഓപ്പൺ ആയിട്ട് കീറി മുറിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷൻ കേസുകളൊക്കെ മോഡേൺ ട്രീറ്റ്മെന്റ് പ്രകാരം റോബോട്ടിക് സർജറി ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ വരുന്ന സം അഷ്വേർഡ് മൊത്തം ഒന്നും കമ്പനി തരത്തില്ല. അതിനൊരു സപ്ലിമെന്റ് വെച്ചിട്ടുണ്ട് ആ പോളിസിയിൽ. അങ്ങനെ സം അഷ്വേർഡ് വരെ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് മോഡേൺ ട്രീറ്റ്മെന്റ് റൈഡർ എന്ന് പറയുന്ന സാധനം റോബോട്ട് അങ്ങനെ എടുക്കണം. അതിന് നല്ല പ്രീമിയം വരും. അങ്ങനെ കുറെ മോഡേൺ ട്രീറ്റ്മെന്റ് ആഡ് ഓൺ കവറുകൾ ഉണ്ട്. എല്ലാം കൂടി എടുത്താൽ നല്ല പ്രീമിയം വരും. സാധാരണ നിലയിലുള്ള ഞാനൊക്കെ കൊടുക്കുന്ന ഇവിടെ ഞങ്ങളൊരു കോതമംഗലം ന്യൂ ഇന്ത്യ അഷുറൻസ് കോതമംഗലം എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയില് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യണത്, കോതമംഗലം ന്യൂ ഇന്ത്യയില്. അപ്പൊ ഇവിടെയൊക്കെ ഞങ്ങൾ സർവ്വസാധാരണമായിട്ട് ചിലര് എന്താ പറയാ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് എടുക്കാറുണ്ട്. ചില അധികം എടുക്കുന്ന കൺസ്യൂമബിളിന് നമുക്ക് റൈഡർ മേടിക്കാറുണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ്സിന് മേടിക്കുന്നവർ അപൂർവമാണ്. അതൊന്നും വേണ്ട എന്ന് പറയുന്നവരാണ് അധികവും. പിന്നെ നല്ല സാമ്പത്തികം ഉള്ളവരും ഇതിന്റെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നവരും ആശുപത്രി ചെലവ് വന്നാൽ പേടിക്കണ്ട, എനിക്ക് എന്ത് വന്നാലും കിട്ടണം എന്നുള്ളവരും ഒക്കെ എല്ലാ റൈഡറുകളും അതൊരു പോളിസിയില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്തത് ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് റൈഡറുകൾ എന്നുള്ളത്. പ്രീമിയം നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഓരോന്നിന്റെയും പ്രീമിയം പറഞ്ഞാൽ അടിക്കുമ്പോഴാണ് കിട്ടുള്ളൂ. അപ്പൊ വ്യത്യസ്ത റൈഡറുകൾക്ക് വ്യത്യസ്ത പ്രായത്തിൽ വ്യത്യസ്ത സം അഷ്വേർഡിന് വ്യത്യസ്ത പ്രീമിയാണ് വന്നത്. അത് പറഞ്ഞു തരാൻ പറ്റില്ല. അത് പോളിസി അടിച്ചു കൊടുക്കുന്ന സമയത്താണ് കുറച്ച് കൂടുതലായിട്ട് വരുമെന്ന് നിങ്ങൾ കണക്കാക്കുക. അപ്പൊ ഏജന്റ് ആണെങ്കിലും പറയുക, ഞാൻ പോളിസി അടിക്കണ സമയത്ത് സാറിനോട് ചോദിച്ചിട്ട്, ഒരു ഏജന്റ് ആണ് ഇപ്പൊ പോളിസി പോർട്ടലിലെല്ലാം അടിക്കണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം എന്ന് പറയുക. മറ്റേ പോർട്ടലിലുള്ളവർക്കാണെങ്കിൽ അത് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രീമിയം കിട്ടും. അപ്പൊ അവർക്ക് അത് വേണ്ടെങ്കിൽ, അത്രയും പ്രീമിയം അടയ്ക്കാൻ പറ്റൂല്ലെങ്കിൽ ആ റൈഡർ കട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് പോളിസി എടുക്കാം. അല്ലാത്തവർക്ക് അത് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോളിസി എടുത്തു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഞാൻ ഒരു അടിസ്ഥാനം അറിവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തന്നത്. ഇനി കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഫീൽഡിൽ ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ സർവ്വസാധാരണമായിട്ട് എന്നോട് ഏജന്റുമാർ പറയാറുള്ളത്, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ 3-4 പേരുണ്ട്, അവർക്ക് ഏറ്റവും നല്ല പോളിസി ഏതാന്ന് ചോദിക്കുമ്പോൾ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ പോളിസി കൊടുക്കുകയാണ് നല്ലത്. പക്ഷെ അവർക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ. ഒരു പ്രൈവറ്റിലാണ് അവർക്ക് അപ്പോൾ ഏജൻസി ഉള്ളെങ്കിൽ അവർ വേഗം പ്രൈവറ്റുകാരെ വിളിക്കും, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പോളിസി വേഗം അവിടെയാണ് കൊടുക്കാറ്. പക്ഷെ നമുക്ക് റിസ്ക് കുറവും ക്ലെയിം 90% അല്ലെങ്കിൽ 95% നമുക്ക് പറയുന്ന വാക്ക് പാലിക്കുന്നതും പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാത്തതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെ ആൾക്കാരായിട്ടുള്ളവർക്കും, പൊതുജനങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ അവരുടെ ആൾക്കാരായിട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നവർക്ക് നിങ്ങൾ
സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ലിങ്ക് വേണ്ടോന്ന് പറയണവർക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരും. പിന്നെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഓരോ പോളിസിയുടെ എന്തെന്താ ആനുകൂല്യങ്ങൾ, അതെങ്ങനെ മേടിക്കാം എന്നൊക്കെ അതിനകത്ത് കമന്റ് ആയിട്ട് ചോദിച്ചാലും ഞാൻ അറിയില്ലാത്തവർക്ക് പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.